പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബെത്ലഹേം ടെലിവിഷനിലൂടെ റൈസ് അപ്പ് എന്ന ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ യേശുനാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയാം. ദൈവത്തിൻ്റെ വചനം സമ്പൂർണ്ണമായി വെളിപ്പെട്ട് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാകുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അനേകം പ്രാവശ്യം ബൈബിളിൽ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകരെ നോക്കി, അപ്പസ്തോലന്മാരെ നോക്കി, ശിഷ്യന്മാരെ നോക്കി പറയുന്നു, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അപ്പസ്തോല പ്രവർത്തനം 7:20 അവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എസ്തഫാനോസ് ഇപ്രകാരം പറയുകയാണ്, ആ കാലഘട്ടത്തിൽ മോശ ജനിച്ചു, അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു. അനേകം മക്കൾ ജനിക്കുന്നുണ്ട് ആ കാലഘട്ടങ്ങളിൽ. എന്നാൽ വചനം എഴുതി വച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവാണ് അത് എഴുതിയിട്ടുള്ളത്. മോശ കർത്താവിന് പ്രിയപ്പെട്ടവനായിരുന്നു, പ്രിയങ്കരനായിരുന്നു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മോശ ജനിക്കുമ്പോൾ തന്നെ ദൈവത്തിന് പ്രിയങ്കരനായി മാറിയത്? എല്ലാ കുട്ടികളും കർത്താവിൻ്റെ ദാനമാണല്ലോ, നമ്മളെല്ലാവരും കർത്താവിന് സ്വന്തമാണല്ലോ. എന്നാൽ മോശയെക്കുറിച്ച് കർത്താവ് പറയുന്നു, അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു. ഇന്ന ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? കർത്താവിൻ്റെ പ്രിയങ്കരനായി ജീവിച്ച് ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ജീവിച്ച് നിത്യജീവനിൽ അവൻ്റെ കൂടെ ആയിരിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ കർത്താവ് നമ്മെ സ്വാഗതം ചെയ്യുമ്പോൾ ഹൃദയത്തുറവയോടെ ഈ ശുശ്രൂഷയുടെ ആ സമ്പത്ത് നമുക്ക് സ്വീകരിക്കാം. ഓരോ വചനത്തിലും കർത്താവിൻ്റെ ഹൃദയമുണ്ട്. ഓരോ വചനം ധ്യാനിക്കുമ്പോഴും അതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് ഒഴുകുന്നുണ്ട്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവായിരിക്കുന്ന അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ഈ വചനത്തിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മോശ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു. ആ സമയങ്ങളിൽ അനേകം കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് മോശയെ നോക്കി മാത്രം പറഞ്ഞു, ഇവൻ എനിക്ക് പ്രിയങ്കരനാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അതിന് കാരണമുണ്ട്. സർവജ്ഞാനിയായ സർവശക്തനായ ദൈവമായ കർത്താവ് ജനിച്ച മോശ പിന്നീട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾ, ഇപ്പോഴുള്ള ജീവിതം, വരാൻ പോകുന്ന ജീവിതങ്ങൾ. കർത്താവിൻ്റെ പ്രേരണ പ്രകാരം ആര് മുന്നോട്ട് പോകുന്നു അവർ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. ഫെബ്രുവരി 13:8 പറയുന്നു, യേശു ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ്. നമ്മുടെ ജീവിതങ്ങളെ സമ്പൂർണ്ണമായി അറിയുന്ന കർത്താവിന് മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പ്രിയങ്കരനാകണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അത് ലോകമല്ല, നാട്ടുകാരല്ല, അധികാരികളല്ല, നമ്മുടെ മാതാപിതാക്കളല്ല, നമ്മൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, മോശ ദൈവത്തിന് മുമ്പിൽ പ്രിയങ്കരനായി പിന്നീട് ജീവിക്കുകയാണ്. മോശയുടെ ജീവിതം എന്തായിരുന്നു? അതുപോലെ കഷ്ടപ്പാടുകളുടെയും സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെ ജീവിതമായിരുന്നു. അവൻ തൻ്റെ ജനത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടിയും കർത്താവിൻ്റെ ആത്മാവിനാൽ പ്രേരിതനായി കർത്താവിന് വേണ്ടിയും എന്തെല്ലാം ചെയ്യുന്നുവെന്ന് കർത്താവ് കാണുകയാണ്. ആ മോശയെ നോക്കിയാണ് കർത്താവ് പറഞ്ഞത്, നീ എൻ്റെ പ്രിയങ്കരനാണ്. അവൻ ജനിച്ചപ്പോൾ തന്നെ കർത്താവ് പറയുകയാണ്, നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്. അവൻ്റെ ഇനിയുള്ള ജീവിതം കർത്താവ് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കർത്താവ് ഇതാ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബജീവിതത്തിലേക്ക്, നമ്മുടെ ജോലി മേഖല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന യുവജനങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നിങ്ങൾ കാണുന്നു. എന്താണ് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മൾ സംസാരിക്കുന്നത്? ഇതിൽ വലിയ ഒരു രഹസ്യമുണ്ട്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. 2018 അമേരിക്കയിൽ ഒരു സിനിമ ഇറങ്ങുകയാണ്. ആ ഫിലിമിൻ്റെ പേര് ഒക്ടോബർ ഗേൾ എന്നായിരുന്നു. ജിയന ജസൻ എന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ, യഥാർത്ഥ കഥയാണത്. ആ കഥയിൽ എന്താണ് സംഭവിച്ചത്? ഒരു 17 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി അവിഹിതമായ ബന്ധത്തിൽ ഗർഭം ധരിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയണം. അങ്ങനെ 7.5 മാസമായപ്പോൾ ഒരു അബോർഷൻ ക്ലിനിക്കിൽ പോവുകയാണ്. 7.5 മാസമായപ്പോൾ ഒരു അബോർഷൻ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. അമേരിക്കയിലുള്ള ലോസ് ആഞ്ചലസിലാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ എത്തി
അങ്ങനെ ഇഞ്ചക്ഷൻ വഴിയായി ഇതാ കുഞ്ഞിനെ കൊന്നുകളയാൻ ഇതാ അവർ തയ്യാറെടുപ്പ് നടക്കുകയാണ്. ഇഞ്ചക്ഷൻ ചെയ്തു. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയോ? കുഞ്ഞ് മരിച്ചില്ല. 18 മണിക്കൂറോളം കഴിഞ്ഞു, പക്ഷെ കുഞ്ഞ് മരിച്ചില്ല. കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഹോസ്പിറ്റൽ അധികാരികൾ ഇപ്രകാരമാണ് പറഞ്ഞത്: ഈ കുഞ്ഞ് ഒരിക്കലും ജീവിക്കില്ല. ഈ കുഞ്ഞിന് പ്രത്യേകമായ വൈകല്യങ്ങൾ ഉണ്ടായിരിക്കും. തല ഉയർത്തുകയില്ല, നടക്കാൻ സാധിക്കുകയില്ല, ഇരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ അധികാരികളെല്ലാം ഈ കുഞ്ഞിനെ കൈയൊഴിയുകയാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിൽ അബോർഷൻ ക്ലിനിക്കിൽ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ അവിടെയുള്ള ഒരു നേഴ്സ് ഈ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിചരിക്കുകയാണ്. അങ്ങനെ 3 മാസത്തോളം കഴിഞ്ഞു. ഈ സമയത്ത് ആ നേഴ്സിൻ്റെ മകളുടെ പേരാണ് ഡയാന പോൾ. ഡയാന പോൾ ഈ കുഞ്ഞിനെ കാണാൻ വരികയാണ്. അമ്മ ഇങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തുന്നുണ്ടല്ലോ. ഈ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഡയാന പോളിന് വല്ലാത്ത ഒരു അനുകമ്പ തോന്നുകയാണ്. ഈ കുഞ്ഞ് എത്രയോ അധികം ഈ കുഞ്ഞ് എന്തുമാത്രം തിരസ്കരണം അനുഭവിക്കുന്നു. സ്വന്തം അമ്മ ഈ കുഞ്ഞിനെ തള്ളിക്കളഞ്ഞല്ലോ. ഈ കുഞ്ഞിൻ്റെ അപ്പൻ ആരാണെന്ന് ഈ കുഞ്ഞിനെ അറിഞ്ഞുകൂടല്ലോ. ഡയാന പോൾ ആ കുഞ്ഞിനെ വാത്സല്യത്തോടെ എടുത്ത് വളർത്തുകയാണ്. ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ അനേകം ഓപ്പറേഷനുകൾ പിന്നീട് ചെയ്തു. മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞ ആ കുഞ്ഞിനെ ദൈവം പരിപാലിക്കുകയാണ്. നടക്കില്ല, എഴുന്നേൽക്കുകയില്ല, കഴുത്തുയർത്തുകയില്ല എന്ന് പറഞ്ഞ അതേ കുഞ്ഞ് പിന്നെ നടക്കാൻ തുടങ്ങി, പിന്നീട് സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് അനേകം ചികിത്സാ വിധികളിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ടെങ്കിലും ഈ സഹോദരി, ഈ പെൺകുട്ടി ഇതാ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുക മാത്രമല്ല, ഈ പെൺകുട്ടി വളരെ മിടുക്കിയായ ഒരു കുട്ടിയായി വളരുകയാണ്. ഈ പെൺകുട്ടി യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുകയാണ്. സ്നേഹനദിയായ ദൈവപിതാവ് അവളെ അനുഗ്രഹിച്ചു. 14-ാമത്തെ വയസ്സായപ്പോൾ ഈ പെൺകുട്ടിയോട് ഡയാന പോൾ അവളുടെ കഥ പറയുകയാണ്. നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചതാണ്, ഇതാണ് നിന്റെ കഥ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അങ്ങനെ ഹോസ്പിറ്റൽ അധികാരികളുമായി ഈ കാര്യം പങ്കുവെച്ച് അവിടെ നിന്ന് അഡ്രസ്സ് കളക്ട് ചെയ്ത് അമ്മയെ തേടി പിടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഡയാന പോളിൻ്റെ സഹായത്തോടു കൂടി ജിയന്ന ജസൻ ഇതാ സ്വന്തം അമ്മയെ കണ്ടുമുട്ടുകയാണ്. വലിയ പ്രതീക്ഷയോടു കൂടിയാണ് പോയത്. എന്നാൽ അമ്മ എന്തു പറഞ്ഞു അറിയൂ? നീ എനിക്കൊരു ശല്യമാണ്, എനിക്ക് നിന്നെ വേണ്ട. പ്രിയപ്പെട്ടവരെ, അമ്മ സ്വന്തം കുഞ്ഞിനെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇതാണ് ഇന്നത്തെ ലോകം പ്രിയപ്പെട്ടവരെ. എന്നാൽ ജീന ജസൻ എന്തു പറഞ്ഞു എന്നറിയോ? ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു. അമ്മയോട് എനിക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. അമ്മയെ ഞാൻ സ്നേഹിക്കുക മാത്രമല്ല, ഞാൻ അമ്മയോട് ക്ഷമിക്കുന്നു. അമ്മയുടെ മുഖത്ത് നോക്കിയ പ്രകാരം പറഞ്ഞതിന് ശേഷം ഇതാ ആ മകൾ തിരിച്ചു പോവുകയാണ്. ശേഷം എന്താണ് സംഭവിച്ചതെന്നറിയോ? ഈ പെൺകുട്ടി പ്രോഫ് ലൈഫ് മൂവ്മെൻറ്റിൽ വളരെ ശക്തിയോടെ പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് അനേകം സ്ഥലങ്ങളിൽ അബോർഷനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. US പാർലമെൻറ്റിലും ഓസ്ട്രേലിയൻ പാർലമെൻറ്റിലും ഈ പെൺകുട്ടി അബോർഷനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിയുടെ ജീവിതം കണ്ട് അനേകം വ്യക്തികൾ കർത്താവിലേക്ക് തിരിയുകയാണ്. ഈ കുട്ടിയോട് അനേകം പത്രലേഖകർ ഇപ്രകാരം ചോദിക്കുകയാണ്: ജിയന്ന, എന്തുകൊണ്ടാണ് താങ്കളുടെ മുഖത്ത് ഇത്രമാത്രം സന്തോഷം? ഞങ്ങൾ അനേകം മക്കളെ, യുവജനങ്ങളെ കണ്ടിട്ടുണ്ട്, സമ്പന്നരായ വ്യക്തികളെ കണ്ടിട്ടുണ്ട്, കുട്ടികളെ കണ്ടിട്ടുണ്ട്, നല്ല എഡ്യൂക്കേഷനുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്, നല്ല സൗന്ദര്യമുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്, നല്ല മാതാപിതാക്കളുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ മുഖത്തൊന്നും താങ്കളെപ്പോലെ ഒരു പ്രസന്നത ഞങ്ങൾ കാണുന്നില്ല. ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും താങ്കൾ എന്തുമാത്രം സന്തോഷത്തോടെ, ആനന്ദത്തോടെയാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഈ സമയം ജിയന ജസൽ അവരോട് നോക്കി പറഞ്ഞൊരു വാചകം കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടി പ്രകാരം പറഞ്ഞു: കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ആത്മാവിലൂടെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സംതൃപ്തിയോടെ എൻ്റെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവ് നമുക്ക് നൽകുന്ന ഉത്തരം. എന്തുകൊണ്ട് ആ പെൺകുട്ടി മറ്റെല്ലാവരേക്കാളും പ്രിയപ്പെട്ടവളായി മാറി? അനേകം കുട്ടികൾ അമേരിക്കയിൽ ജനിക്കുന്നു, ലോകത്തിലെല്ലാ രാജ്യങ്ങളിൽ ജനിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ജിയന്ന എന്ന പെൺകുട്ടി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളായി, ദൈവത്തിന് പ്രിയങ്കരിയായി മാറി. അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം പ്രിയപ്പെട്ടവരെ? അവൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചു. കഷ്ടപ്പാടിലൂടെ കടന്നു വന്നെങ്കിലും അവൾ തൻ്റെ ജീവിതത്തെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി നിരാശപ്പെട്ട് ഒരു ബന്ധിക്കപ്പെട്ടവളായി അവൾ ഇരുന്നില്ല. അവൾ പരിശുദ്ധാത്മ ശക്തിയെ സ്വീകരിച്ചു.
പ്രിയപ്പെട്ടവരെ, മോശയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുറപ്പാട് 2-ാം അധ്യായം അവിടെ 1-2 വാക്യത്തിൽ പറയുന്നു, മോശ ജനിക്കുകയാണ്. കുട്ടി കോമളനായിരുന്നുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ ആ കുഞ്ഞിനെ രഹസ്യത്തിൽ, കുട്ടി കോമളനായിരുന്നുകൊണ്ട് ആ കുട്ടിയെ അമ്മ രഹസ്യത്തിൽ പരിപാലിക്കുകയാണ്. ഫറവോ അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ കൊന്നുകളയും. സമയത്ത് അവർക്ക് കുറച്ചു കാലമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ആ കുഞ്ഞിനെ അവർ ഒരു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ്, കുട്ടി കോമളനായിരുന്നുകൊണ്ട് ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ കൊല്ലാൻ സാധിക്കുന്നില്ല. ആ കുഞ്ഞിനെ രഹസ്യത്തിൽ പരിപാലിക്കുകയാണ്. പിന്നീടെല്ലാം വചനത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഫറവോയുടെ മകളുടെ മകനായി മോശ വളരുകയാണ്. ഫെബ്രുവരി 11-ാം അധ്യായം 24, 25, 26 വചനം എന്താണ് പറയുന്നത്? മോശ ജനിച്ചപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചില ലോകത്തിൻ്റെ പ്രവണതകളെ നമുക്ക് നിരാകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെയുള്ള വിശ്വാസം നമുക്ക് വേണം. ഞാൻ ഫറവോൻ്റെ ഒരു രാജകുമാരനാണ് എന്ന് പറയുവാൻ മോശ താല്പര്യപ്പെട്ടില്ല. അതിനുശേഷം എന്താണ് വചനം പറയുന്നത്? വചനം പറയാണ്, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന പീഡകൾ ഈജിപ്തിലെ നിധികളേക്കാൾ ബലപ്പെട്ടതായി മോശ കാണുകയാണ്. എന്തുമാത്രം അർത്ഥമുണ്ട് പ്രിയപ്പെട്ട ഈ വചനത്തിന്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന പീഡകൾ, ദൈവത്തിനു വേണ്ടി എടുക്കുന്ന ചില സ്റ്റെപ്പുകൾ, ചില ഞെരുക്കങ്ങൾ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം എഴുതി വെച്ചിരിക്കുകയാണ്, ഈജിപ്തിലെ നിധികൾ കോടിക്കണക്കിന് സമ്പത്തുള്ളതാണ്, എന്നാൽ അതിനേക്കാളും സമ്പത്തുണ്ട് നമ്മൾ നമ്മുടെ കർത്താവിനെ പ്രതിയോ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിനും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം വീണ്ടും പറയുകയാണ്, മോശയെക്കുറിച്ച് വചനം പറയുകയാണ്, തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലേക്കാണ് മോശ ദൃഷ്ടി ഉറപ്പിച്ചത്. മോശയുടെ ദൃഷ്ടി വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇന്ന് അനേകം വ്യക്തികൾ പതറിപ്പോകുന്ന എവിടെയാണ്? ദൃഷ്ടി ഈ ലോകത്തിലാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ കർത്താവിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നവനെ കർത്താവ് തൻ്റെ സമാധാനത്തിൻ്റെ തികവിൽ നയിക്കും. പ്രിയപ്പെട്ടവർ, യേശയ്യാ 26:3 വചനം പറയുന്നു, കർത്താവിൽ ദൃഷ്ടി ഉറപ്പിക്കുക. പ്രതിഫലത്തിലേക്ക് വരാൻ പോകുന്ന പ്രതിഫലമുണ്ട്. ഓരോ ദൈവപൈതലിനും കർത്താവ് ഉന്നതമായ പ്രതിഫലമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ പ്രതിഫലത്തെ പിശാച് മറച്ചു വെച്ചിരിക്കുകയാണ്. പാപം മൂലം, മ്ലേച്ഛത മൂലം അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ അഗ്നി ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങി വരുമ്പോൾ ആ മൂടുപടം മാറുകയാണ്. മോശ ഹോറബ് മലയിൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഞെരുക്കത്തിന് മധ്യേ കർത്താവിൻ്റെ അഭിഷേകം അവന് മേൽ ഇറങ്ങി വന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മോശ കർത്താവിന് വേണ്ടി പൊരുതുകയാണ്. അവൻ ഫറവോന് മുമ്പിൽ നിന്നു, പക്ഷെ അവൻ പതറിപ്പോയില്ല. അവനെതിരെ ദൈവജനം തന്നെ അവനെതിരെ തിരിഞ്ഞു, എന്നാലും അവൻ പതറിപ്പോയില്ല. അവൻ്റെ ദൗത്യം കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് മോശ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിക്ക് ഒത്തിരി കുറവുകളുണ്ടായിരുന്നു, എന്നാൽ അവൾ ഒരിക്കലും തൻ്റെ കുറവിലേക്ക് നോക്കിയില്ല. തന്നെ അവഗണിച്ച അമ്മയിലേക്ക് നോക്കിയില്ല, തൻ്റെ ശാരീരികമായ കുറവിലേക്ക് നോക്കിയില്ല. അവൾ എപ്പോഴും കർത്താവിൽ ദൃഷ്ടി ഉറപ്പിച്ചു. അതുകൊണ്ട് അവൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പെർഫെക്റ്റായി ചെയ്യാൻ പരിശുദ്ധാത്മാവ് അവളെ സഹായിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കും ബലഹീനതകളുണ്ടായിരിക്കാം, കുറവുകളുണ്ടായിരിക്കാം, നമ്മളും പെർഫെക്റ്റ് അല്ലായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പെർഫെക്റ്റാണ്. ത്രിയേക ദൈവത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ശക്തിയോടെ ചലിക്കുവാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ, മാമോദിസയിലൂടെ നമ്മിലേക്ക് ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ, നമ്മൾ മറ്റൊരു മോശയായി മാറുകയാണ്. നമ്മളൊരു ദൗത്യം ചെയ്യുകയാണ്. എന്താണ് മോശയുടെ ദൗത്യം? ഇസ്രായേൽ ജനത്തെ, ദൈവജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുക. പുതിയ നിയമസഭയിലായിരിക്കും നമുക്ക് എന്താണ് ദൗത്യം? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യജീവനിലേക്ക് സഭാമക്കളെ നയിക്കേണ്ടതാണ് ഓരോ ദൈവപൈതൻ്റെയും ദൗത്യം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം. ഓരോ ദൈവപൈതലിനും സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യമുണ്ട്. അത് നമ്മുടെ കുറവുകളിലേക്ക് നോക്കിയല്ല നമ്മൾ ചെയ്യേണ്ടത്, കർത്താവിലേക്ക് നോക്കി നമ്മൾ ചെയ്യുക. വീണ്ടും കർത്താവിൻ്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കർത്താവ് മോശയുമായി സംസാരിക്കുകയാണ്. മോശ കർത്താവിനെ പറഞ്ഞു, കർത്താവേ,
ഞാൻ വാക്ചാതുര്യമുള്ളവനല്ല. അങ്ങ് എന്നോട് സംസാരിച്ച ശേഷവും ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ സംസാരത്തിന് തടസ്സമുള്ളവനാണ് ഞാൻ. എന്താണ് മോശ ഉദ്ദേശിച്ചത്? മോശയ്ക്ക് വിക്കലുണ്ടായിരുന്നു. മോശയുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലൂടെ ചില വേദനകളും തിരസ്കരണങ്ങളും സംഭവിച്ചപ്പോൾ മോശയ്ക്ക് ശാരീരികമായ ചില ബലഹീനതകൾ ഉണ്ടായിരുന്നു. അത് അവൻ ഈജിപ്തിൻ്റെ ചില പഠനത്തിലൂടെ കടന്നുപോയപ്പോൾ അത് മാറിപ്പോയിട്ടില്ല. കൊട്ടാരത്തിൽ വളർന്നപ്പോഴും ആ ബലഹീനത മാറിപ്പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വീണ്ടും കർത്താവുമായി മുഖാമുഖം കണ്ടു, അപ്പോഴും ആ ബലഹീനത മാറിപ്പോയിട്ടില്ല. അതാണ് മോശ പറയുന്നത്, കർത്താവെ, അങ്ങുമായി സംസാരിച്ച ശേഷവും എൻ്റെ ബലഹീനത മാറിയിട്ടില്ല. സമയത്ത് കർത്താവ് എന്താണ് പറഞ്ഞത്? അതാ പറഞ്ഞ മോശ, ആരാണ് മനുഷ്യർക്ക് സംസാരിക്കാനാണ് ശക്തി കൊടുക്കുന്നത്? ആരാണ് ഗ്രഹണ ശക്തി കൊടുക്കുന്നത്, കാഴ്ച ശക്തി കൊടുക്കുന്നത്? കർത്താവ് ഞാനല്ലേ. ഞാൻ നിന്നെ സംസാരിക്കാൻ പഠിപ്പിക്കാം. ഞാൻ നിന്നെ എന്താണ് പറയേണ്ടത് ഞാൻ നിന്നെ പഠിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവിൻ്റെ ശക്തി. കർത്താവ് അതിനുശേഷം മോശയോട് പറഞ്ഞു, നീ പുറപ്പെടുക. 4:12. മോശ, നീ പുറപ്പെടുക. ഇവിടെയാണ് കർത്താവ് നമ്മുടെ ബലഹീനതകളെ ശക്തമായ അഭിഷേകമാക്കി രൂപാന്തരപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ കർത്താവിന് വേണ്ടി എന്ന് എഴുന്നേൽക്കുന്നു, അന്ന് നമ്മുടെ ബലഹീനതകളിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുകയാണ്. നമ്മെ ഓർത്തുള്ള കർത്താവിൻ്റെ ഹിതം അവിടെയാണ് നിറവേർപ്പെടുന്നത്. അബ്രാഹത്തിന് കർത്താവ് വാഗ്ദാനങ്ങൾ കൊടുത്തു. എപ്പോഴാണ് ആ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാൻ പ്രാർത്ഥനായത്? അബ്രാഹം എഴുന്നേറ്റ് ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, ഉൽപ്പത്തി 12:4, കർത്താവ് പറഞ്ഞത് പ്രകാരം അബ്രാഹം പുറപ്പെട്ടു. കർത്താവ് പറഞ്ഞത് പ്രകാരം മോശ എഴുന്നേറ്റു. കർത്താവ് പറഞ്ഞത് പ്രകാരം ദാവീദ് ഇത് കർത്താവിന് വേണ്ടി ജ്വലിക്കുകയാണ്. കർത്താവ് പറഞ്ഞത് പ്രകാരം അപ്പോസ്തലന്മാർ പെന്തക്കോസ്ത് അനുഭവം സ്വീകരിച്ച് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഇത് ഇറങ്ങിത്തിരിക്കുകയാണ്. ആരെല്ലാം കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ പ്രകാരം എഴുന്നേൽക്കുന്നുണ്ടോ കർത്താവിന് വേണ്ടി, അവനെ കർത്താവ് ശക്തിയോടെ അഭിഷേകം ചെയ്യും. പ്രിയപ്പെട്ടവരെ, മോശയെ എപ്പോഴാണ് കർത്താവ് അഭിഷേകം ചെയ്തത്? കർത്താവിൻ്റെ വാഗ്ദാനമായി ആ ദൗത്യം ആത്മാവ് വഴിയായി അവൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കും ഒരു ദൗത്യമുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എനിക്ക് കഴിവുകളില്ലല്ലോ, ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണല്ലോ, ഞാൻ സാധാരണ ഒരു ജോലിക്കാരനാണല്ലോ, ഞാൻ സാധാരണ ഒരു വ്യക്തിയാണല്ലോ. അങ്ങനെ ചിന്തിച്ചു പോകരുത്. നമ്മൾ കർത്താവിൻ്റെ മക്കളാണോ? നമ്മൾ അസാധാരണമായ വ്യക്തിത്വത്തിനുള്ള മകളാണ്. നമുക്ക് ഓരോ വ്യക്തികൾക്കും കർത്താവ് ഓരോ ദൗത്യം നൽകിയിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ട് കർത്താവിൻ്റെ രാജ്യവളർച്ചയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൂടാ? നമ്മൾ കണ്ടുമുട്ടുന്നവരോട് എന്തുകൊണ്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൂടാ? എന്തുമാത്രം വ്യക്തികൾ പാപത്തിൻ്റെ ചങ്ങലകളിലും നിരാശയിലും ദുഃഖത്തിലും ആത്മഹത്യ ചിന്തകളിലും കിടക്കുന്നു. അനേകം വ്യക്തികൾ രോഗികളായിരിക്കുന്നു. എന്തുകൊണ്ട് അവരോട് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞുകൂടാ? നമ്മൾ അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മളൊരു സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. അത് സ്വർഗീയമായ ഒരു പ്രതലമാണ്. നമ്മൾ പിന്നെ ഈ ലോകത്തിൽ വ്യത്യസ്തരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. റൈസപ്പ് എന്ന ഈ ശുശ്രൂഷ നിങ്ങൾ സ്വീകരിക്കുന്നതിനോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. ഈ ശുശ്രൂഷ അനേകർക്ക് നമുക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, റൈസപ്പ് എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. മോശയെപ്പോലെ ദൗത്യം ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെയും ശക്തിയോടെ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ യേശുനാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.